ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എത്തിക്സ് ഇൻ റീറ്റെയിലിംഗ് എന്ന ഭാഗമാണ്. എക്സാമിന് വരുന്ന പോയിന്റ്സ് ആണ് നമ്മൾ ഇനി കവർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഡെഫിനേഷൻ പഠിക്കാനുണ്ട്, ബ്രോഡ് ഏരിയാസ് ഓഫ് ബിസിനസ് എത്തിക്സ് ഉണ്ട്, എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, എത്തിക്കൽ കോഡ്സ് ആൻഡ് പ്രാക്ടീസസ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ഡെഫിനേഷൻ മിസ് പറഞ്ഞ പോലെ തന്നെ ബോക്സിലാക്കി നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. നെക്സ്റ്റ്, ബ്രോഡ് ഏരിയാസ് ടു ബിസിനസ് ഓഫ് എത്തിക്സ്, എത്തിക്കൽ സ്റ്റാൻഡേർഡ്, എത്തിക്കൽ കോഡ്സ്, എത്തിക്കൽ പ്രാക്ടീസസ്, എത്തിക്കൽ ഫങ്ഷൻസ്. എത്തിക്സ് നമുക്കറിയാം, ബിസിനസ്സിൽ എപ്പോഴും ഒരു എത്തിക്സ് ഉണ്ടാവും, ഒരു സത്യസന്ധത. നമ്മൾ ഇതുവരെ പഠിച്ച ഓരോരോ പാർട്ടിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് കസ്റ്റമേഴ്സ് ആൻഡ് സെയിൽസ്മാനും കസ്റ്റമേഴ്സും ഓണേഴ്സ്, interaction between salesman and owners and salesman and customers and other peoples. അങ്ങനെ എല്ലാവരും അവർ പരസ്പരം കണക്റ്റഡ് ആണ്. ഇവരെല്ലാം എന്താണ്, ഒരു എത്തിക്സ് കീപ്പ് ചെയ്യുന്നവരായിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ സെയിൽസ്മാൻ ആരെ പറ്റിക്കാൻ പാടില്ല, കസ്റ്റമേഴ്സിനെ പറ്റിക്കാൻ പാടില്ല. കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാനും തിരിച്ചിങ്ങോട്ടും നമുക്ക് നമ്മളെ പറ്റിക്കാനും പാടില്ല. ഓണേഴ്സ് എന്ത് ചെയ്യണം, അവരുടെ ഷോപ്പിൽ ജോലി ചെയ്യുന്ന സെയിൽസ്മാൻ അല്ലെങ്കിൽ അവിടെ സ്റ്റാഫുകൾക്ക് ഒരു എത്തിക്സ് വഴിയിട്ടേ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു എത്തിക്സ് ഉണ്ട് എല്ലാ കാര്യത്തിനും. പെട്ടെന്ന് ഒരു എന്താ പറയുക, ഒരു സ്റ്റാഫിനെന്ത് അപകടം പറ്റി, ആ സ്റ്റാഫ് ഒരു 10 വർഷമായിട്ട് സീനിയോറിറ്റിയുള്ളൊരു 10 വർഷം സീനിയോറിറ്റിയുള്ള സ്റ്റാഫിന് പെട്ടെന്ന് ഒരു അപകടം പറ്റിയെങ്കിൽ ആ സ്റ്റാഫിനെ ഹോസ്പിറ്റലൈസ് ചെയ്ത് ആ സ്റ്റാഫ് വരുന്നവരെ ജസ്റ്റ് ചെറിയൊരു പാവപ്പെട്ട സ്റ്റാഫ് ആണെങ്കിൽ, പണക്കാരനാണെങ്കിൽ പോട്ടെ, പാവപ്പെട്ടതാണെങ്കിൽ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു അരിയോ പച്ചക്കറിയോ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത്. കാരണം ഇൻകം നിന്ന് അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു എത്തിക്സ് ആണത്. അത് തൻ്റെ കീഴിൽ ഒരാൾക്ക് എന്തെങ്കിലും അത് വേറൊരു എത്തിക്സ്, മീൻസ് അവരത് താങ്ങി നിർത്തുക എന്നുള്ളത്. അല്ലാതെ ബിസിനസ് പരമായിട്ടുള്ള എത്തിക്സ് എന്താണ്, ഒരു കറക്റ്റ് ഡീലിംഗ്, അതായത് എന്താ പറയുക, ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുക്കുക, പിന്നെ കസ്റ്റമേഴ്സിന് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള വില കൂട്ടി കൊടുക്കാതിരിക്കുക. കറക്റ്റ് നോർമലി ഇപ്പോൾ എക്സാമ്പിൾ കുറേ മെസ്സുകളും ഫുഡ് കഴിക്കുന്ന സ്ഥാപനങ്ങളും ഹോട്ടലുകളുണ്ട്. ഒരു ഹോട്ടലിൽ ആ പ്രദേശത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരു പ്രദേശത്ത് ഒരുവിധ ഹോട്ടലിൽ ഒരേ ചാർജ് ആയിരിക്കും ഊണിന് കൊടുക്കേണ്ടത്, 50 രൂപ. അത് വേറൊരു ഹോട്ടൽ പുതിയതായിട്ട് തുറന്ന് അയാൾ എന്ത് ചെയ്തു, ഊണിന് ഒരു 70 രൂപയാക്കി. അപ്പോൾ അവിടെ ഒരു എത്തിക്സ് ഇല്ല. കാരണം ആ പ്രദേശ നിവാസികൾ 50 രൂപ കൊണ്ട് വിറ്റ് അവിടെ കൺസ്യൂമേഴ്സായ നാട്ടുകാരും ഉപഭോക്താക്കളായ നാട്ടുകാർക്കും ഈ ഒരു ഹോട്ടൽ ഉടമക്കും ഈ സെയിൽസ്മാനും എല്ലാവരും എത്തിക്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരുമിച്ച് ഒരു 10 രൂപ ആ ഏരിയ മൊത്തം കവർ ചെയ്ത് കൊണ്ട് പ്രശ്നമില്ല. പെട്ടെന്ന് ഒരാൾ വന്ന് അയാൾ ഒരു 70-80 രൂപക്കാട് വിൽക്കാൻ തുടങ്ങിയാൽ അവിടെ ഒരു എത്തിക്സ് എന്ത് ചെയ്തു, മിസ്റ്റേക്കായി. അയാൾക്കൊരു എത്തിക്സ് ഇല്ല എന്ന് പറയല്ല, ആ പുതിയതായി വന്ന ആൾക്കൊരു എത്തിക്സ് ഇല്ലാത്തൊരു പെരുമാറ്റമായി പെട്ടെന്ന് പൂട്ടും. അത് വേറെ. അങ്ങനെ ആക്കുമ്പോൾ ഓർഡിനറി പീപ്പിൾസിന് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അങ്ങനെ. അപ്പോൾ അവിടെ ഒരു എത്തിക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. മെനി തിങ്കേഴ്സ് കൺസിഡർ എത്തിക്സ് ടു ബി സയൻസ് ടു കോണ്ടാക്ട്. പല തത്വചിന്തകരും പറഞ്ഞത് എത്തിക്സ് എന്നാൽ സ്വഭാവത്തിലെ പ്രത്യേകത തന്നെയാണ്, സ്വഭാവശാസ്ത്രം, അതാണ് എത്തിക്സ്. ഓക്കെ, ethics includes the fundamental ground rules to which our lives and values which guided how we ought to behave. Consider moral values. നമുക്കറിയാം, നമ്മൾ ഈ ഒരു ബികോമിൽ തന്നെ പാർട്ടിൽ നമ്മൾ മോറൽ വാല്യൂസിന് കുറേ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. അതേപോലെ മോറൽ വാല്യൂസ് സച്ച് ആസ് എ റെസ്പെക്ട്, ഹോണസ്റ്റി ആൻഡ് ഫെയർനെസ്, റെസ്പോൺസിബിലിറ്റി, ഇൻറ്റഗ്രിറ്റി എക്സെട്ര. റെസ്പെക്ട്, ഹോണസ്റ്റി, fairness and responsibility values ground rules and by which would like business. These value became organizational values. അതായത് ഹോണസ്റ്റി, സത്യസന്ധതയാണ് നമ്മുടെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. സത്യസന്ധമായിട്ട് ഡീലിംഗ്, അതായത് അതൊരു സെയിൽസ്മാനും ആരും ആവാം, കസ്റ്റമേഴ്സും ഒരു സത്യസന്ധമായ ഡീലിംഗ് മാത്രമേ നടത്താൻ പറ്റൂ. അതൊരു ഹോണസ്റ്റി, ഒരു നല്ലൊരു കാര്യമാണ്. ദാറ്റ് ഈസ് ദ റൂൾസ് ഓഫ് ethics. Okay, rules by which the word like to business and this value become organizational value. അത് ഓർഗനൈസേഷണൽ വാല്യൂ ആയിട്ടാണ് എത്തിക്സ് എന്ന വേർഡ്. അതായത് നമ്മളെന്താ പറയുക, സത്യസന്ധമായ ഒരു ക്യാരക്ടർ. ദാറ്റ് ഈസ് ദ another factors of our ethics word. Okay, ethics largely comes to a play with the regard ethical practice and retailing functions. Ethical dimensions of retailing, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഏരിയ ആണ്.
ഡെഫിനേഷൻ ഓഫ് ബിസിനസ് എത്തിക് എന്താണ്? ഈ ഒരു ഡെഫിനേഷനാണ് നമ്മുടെ ഫസ്റ്റ് വൺ അല്ലേ. നമ്മുടെ ഡെഫിനേഷൻ എന്താണ് ബിസിനസ് എത്തിക്? ഡെഫിനേഷൻ മിസ് വായിച്ചുതരാം. എത്തിക് മീൻസ് കോൺഷ്യസ്നെസ്. ഓക്കെ, ethics means consciousness, moral code and principle and moral values. Workplace company ethics are the set of rules for human moral behavior. Business ethics involve learning what is right or wrong and doing right thing or bad thing. ഒരാളുടെ മനസ്സിൽ ഇത് ശരി ചെയ്യണോ തെറ്റ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമ്പോൾ ശരി ചെയ്യുന്നതാണ് അതിൻ്റെ എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് മീൻസ് കോൺഷ്യസ് മോറൽ കോഡ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മോറൽ വാല്യൂ. എന്തിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്, എന്തിൻ്റെ അടിസ്ഥാനമാണ് എത്തിക്സ് എന്ന വേർഡ്? മോറൽ വാല്യൂവിൻ്റെ അടിസ്ഥാനമാണ്. മോറൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാർമ്മികത, നമ്മൾ സൂക്ഷിക്കുന്ന പേഴ്സണലി നമ്മൾ സൂക്ഷിക്കുന്ന ധാർമ്മിക മൂല്യത്തിൻ്റെ ഒരു ഘടകമാണ് എത്തിക്സ് എന്നാണ് പറയുന്നത്. അത് എവിടെയൊക്കെ ആവാം? വർക്ക് പ്ലേസ്, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് ഒരു എത്തിക്സ് നമ്മൾ അത് ആരായാലും, ഓണർ ആയാലും കസ്റ്റമർ ആയാലും ആരായാലും കാത്തു സൂക്ഷിക്കും. കമ്പനി എത്തിക്സ് ആർ സെറ്റ് ടു റൂൾസ് ഓഫ് ഹ്യൂമൻ മോറൽ ബിഹേവിയർ. ബിസിനസ് എത്തിക്സ് ആൻഡ് ഇൻവോൾവ്സ് ലേണിംഗ് വാട്ട്സ് റൈറ്റ് ടു റോങ് ആൻഡ് ഡു റൈറ്റ് ആൻഡ് തിങ്ക് ദ റൈറ്റ് തിങ് ഈസ് നോട്ട് ഓൾവേസ് സിമ്പിൾ റെക്കഗ്നൈസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. Often there are complex ethical dilemma. We are simple questions. What is should may thinkers consider ethics to be a science of conduct. എന്താണ് എത്തിക്സ്? മീൻ ദ സയൻസ് ഓഫ് കോണ്ടാക്ട്. നമ്മുടെ സ്വഭാവ സബ്ജക്റ്റിൽ എന്നൊക്കെ നമ്മൾ കളിയാക്കി പറയാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എത്തിക്സ് സ്വഭാവത്തിന് ഗുഡ് മാനർ എന്നൊക്കെ അതൊക്കെ എത്തിക്സ് പെടുന്ന കാര്യമാണ്. സയൻസ് ഓഫ് കോണ്ടാക്ട്, സ്വഭാവശാസ്ത്രം. ഓക്കെ, ദ കേസ് സ്റ്റഡി ഓഫ് ചാർജിങ് ഷോപ്പിംഗ് ബാഗ്സ് ടു ദ റീറ്റെയിലേഴ്സ്. The root of the practice of lies of plastic waste of management or plastic waste management അതൊക്കെ ഒരു എത്തിക്സിൽ പെടുന്നത് തന്നെയാണ്. നെക്സ്റ്റ് നമ്മളിതിൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്, എത്തിക്കൽ കോഡ്സ്, എത്തിക്കൽ പ്രാക്ടീസ്, എത്തിക്കൽ ഫംഗ്ഷൻ. എത്തിക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ കസ്റ്റമേഴ്സും ഓണേഴ്സും ഡീലേഴ്സും എല്ലാവരും അതൊക്കെ ഒരു ചങ്ങലയാണ്, ഒരു ഫംഗ്ഷനിലൂടെയാണ് മുന്നോട്ട് പിന്നെ അതെല്ലാം നടന്നു പോകുന്നത്. അതെല്ലാം എത്തിക്സിൽ ഉൾപ്പെടുന്നത്. സത്യസന്ധത എന്നാണ് എത്തിക്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അല്ലേ, സത്യസന്ധത. ഡെഫിനിഷൻ മിസ് വായിച്ചു നേരത്തെ, എത്തിക്സിൻ്റെ ഡെഫിനിഷൻ വായിച്ചു. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഫ്രാഞ്ചൈസിങ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റയിലിംഗ് terminal questions then. എത്തിക്സ് ഇൻ റീറ്റെയിൽ ഡെഫിനിഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
എത്തിക്സ് മീൻ കോൺഷ്യസ്നെസ്. നമ്മൾ പറഞ്ഞു എത്തിക്സ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ് ആണ്. എത്തിക്സ് മീൻസ് കോൺഷ്യസ്നെസ്, മോറൽ കോഡ്, പ്രിൻസിപ്പിൾസ് ആൻഡ് മോറൽ വാല്യൂസ്. വർക്ക്സ് പ്ലേസ് കമ്പനി എത്തിക്സ് ആർ സെറ്റ് ഓഫ് റൂൾസ് ഓഫ് ഹ്യൂമൻ മോറൽ ബിഹേവിയർ. ഓക്കെ, ethics means consciousness, moral code, principles and moral values. Workplace company ethics are set rules of human moral behavior. Business ethics and involves learning what is right or wrong and doing the right thing, but the right thing. It is not always ethics. Okay. Then many thinkers consider ethics is a science of conduct, and ethics largely comes to plan with a regard effect of product, service and leaders to staff and how they should act. And attention to the ethics of workplace, attention to ethics in the workplace and relationship with stakeholders, and they should too. Perhaps most important, attention to ethics in the workplace help ensure that when leaders and managers are struggling in times of crisis of confusion and retain strong moral compass. The case study on charging of shopping bags in retailers. നെക്സ്റ്റ് ദ കേസ് സ്റ്റഡി. നേരത്തെ എത്തിക്സ് എന്നത് കോൺഷ്യസ് ഓഫ് കോണ്ടാക്ട് അല്ലെങ്കിൽ ദ സയൻസ് ഓഫ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഹോണസ്റ്റി, അങ്ങനെ എത്തിക്സിന് കുറേ വേർഡ്സുകൾ ഫിലോസഫേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓരോ പോയിന്റ് ബേസ് ആണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ദ കേസ് സ്റ്റഡി ഓൺ ചാർജിങ് ഓഫ് ഷോപ്പിംഗ് ബാഗ്സ് ബൈ റീറ്റെയിലേഴ്സ്. നെക്സ്റ്റ് കോംപ്ലിയൻസ് വിത്ത് ലോസ് ആൻഡ് റൂൾസ് ഓഫ് റെഗുലേഷൻസ്. ബ്രോഡ് ഏരിയ ഓഫ് ബിസിനസ് എത്തിക്സ്. എന്താണ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ്. കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യുക, ഇൻട്രസ്റ്റ് അത് അവരുടെ താല്പര്യം കീപ്പ് ചെയ്യുക. ആര് കീപ്പ് ചെയ്യണം? അല്ലെങ്കിൽ അത് വിൽക്കുന്ന ആളുകൾ, ഓക്കെ, സെയിൽസ്മാൻമാർ കീപ്പ് ചെയ്യണം. എന്ത്? പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ്. വാങ്ങാൻ വരുന്ന ആളുകളുടെ താല്പര്യം അറിഞ്ഞു വേണം സെയിൽസ്മാൻ എന്ത് സാധനങ്ങൾ വിൽക്കാൻ. അതൊരു എത്തിക്സ് ആണ്. Retailers and their employees are required to deal with family with customer, okay, and they ensure the customers interest safely and security. കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ സെക്യൂരിറ്റി, അത് അവർക്ക് സുരക്ഷിതത്വത്തോടു കൂടി. ഇനിയിപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് സംബന്ധമായ സാധനങ്ങൾ വാങ്ങാൻ വരുമ്പോൾ അതിൻ്റെ ഒരു ഗ്യാരണ്ടി, ഇപ്പോൾ ലൈറ്റ് ആണെങ്കിൽ അങ്ങനെ പല മെറ്റീരിയൽസ് നമുക്കുണ്ട്. അതെല്ലാം വാങ്ങാൻ വരുമ്പോൾ ഒരു സെക്യൂരിറ്റി കൊടുക്കേണ്ടത് ആരുടെ, ഒരു സുരക്ഷിതത്വം കൊടുക്കേണ്ടത് ആരുടെ? സെയിൽസ്മാൻമാർ അത് പറഞ്ഞ് ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നിങ്ങൾ വാങ്ങുന്നത്, ഗ്യാരണ്ടി ഉണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരോട് സംസാരിക്കുന്നത് ഒരു എത്തിക്സിൻ്റെ ഭാഗം തന്നെയാണ്. നെക്സ്റ്റ്, അവോയ്ഡിങ് കോൺഫ്ലിക്ട്സ്. അവോയ്ഡിങ് കോൺഫ്ലിക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കത് ആ ഒരു സെൻറ്റൻസിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. എന്താണ് കോൺഫ്ലിക്ട്സ് ഒഴിവാക്കുക? കാരണം നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട്, എന്തെങ്കിലും നമ്മൾ മെറ്റീരിയൽ അത് സെയിൽസായി പോയാൽ അത് തിരിച്ചെന്തെങ്കിലും ക്വാളിറ്റി ഇല്ലായ്മയോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ട് തന്നെ ആയിരിക്കും അവർ തിരിച്ചു കൊണ്ട് തരുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? സെയിൽസ്മാൻ ഷൗട്ട് ചെയ്ത് അവരെ എന്ത് ചെയ്യും? തെറ്റ് സെയിൽസ്മാൻ്റെ ഭാഗത്താവാം ഒരു പക്ഷേ, അതിൻ്റെ മാനുഫാക്ചർ ഡിഫക്റ്റോ അങ്ങനെ എന്തായാലും അത് നമ്മൾ നോർമലി അവരോട് ആറ്റിറ്റ്യൂഡ്, അതായത് അവരോട് പെരുമാറുന്നതിലും ഒരു എത്തിക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. പോയിന്റ് വൈസ് ചെയ്യുക, അവോയ്ഡ് കോൺഫ്ലിക്റ്റ് എഴുതുക. ദെൻ നെക്സ്റ്റ് പോയിന്റ്, എക്സാമ്പിൾസ് ഓഫ് പൊട്ടൻഷ്യൽ കോൺഫ്ലിക്ട്സ്. കോൺഫ്ലിക്ട്സിന് വേറൊരു ഭാഗം തന്നെയാണ് നെക്സ്റ്റ് പോയിന്റ്, എക്സാമ്പിൾസ് ഓഫ് പൊട്ടൻഷ്യൽ കോൺഫ്ലിക്ട്. ഫസ്റ്റ് പോയിന്റ് ഈസ് എംപ്ലോയ്മെന്റ് ഈസ് എ കോമ്പറ്റീറ്റർ and is nature of employment while already employed in a retail company, and placement of business with my firm and organization of employees working as a substantial ownership on interest and management responsibility. നമുക്കറിയാം റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു വേർഡിൽ തന്നെ ഉണ്ട് എല്ലാ ആൻസറും. ഉത്തരവാദിത്വം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനും നമ്മൾ എന്ത് ചെയ്യണം? ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കണം. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഇതിൽ പോയിന്റ് കണ്ടോ, പൊട്ടൻഷ്യൽ കോൺഫ്ലിക്ട്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ്, തർക്കങ്ങളോ കോൺഫ്ലിക്ട്സ് എന്ന പ്രശ്നങ്ങളോ ട്രബിൾസോ അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയെ ബാധിക്കും. അത് ആരെ ബാധിക്കും? നമ്മളെ ആരാണോ നമ്മളെ ഓണർ, അങ്ങനെ എന്തായാലും ഒരു ഓണർഷിപ്പ് ഉണ്ടാവും. ഓണർഷിപ്പിൽ ഒരു പക്ഷേ അതിൻ്റെ എക്സിക്യൂട്ടീവുകളോ അങ്ങനെ അതിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും, പാർട്ട്നേഴ്സ് ഉണ്ടാവും. അവർക്കൊക്കെ അത് ബാധിക്കുന്ന ഒരു ഇതിലേക്ക് പോകും. ഓക്കെ, എക്സാമ്പിൾസ് പൊട്ടൻഷ്യൽ കോൺഫ്ലിക്ട്സ്. ദെൻ പേഴ്സണൽ കോൺഫ്ലിക്ട്സ്. സെയിൽസ്മാൻമാർ എന്തായിരിക്കണം? നല്ല ആറ്റിറ്റ്യൂഡ്. നമ്മൾ വാങ്ങാൻ വരുന്ന സെയിൽസ്മാൻമാരും കൺസ്യൂമേഴ്സും തമ്മിൽ നല്ലൊരു പോസിറ്റീവ് ഇൻട്രാക്ഷൻ വേണം എന്നാണ് പൊതുവെ നമ്മളിതിൽ മൊത്തം നമ്മളെല്ലാ എത്തിക്സ് എന്നാണ്, അതും ഒരു എത്തിക്സിൽ ഉൾപ്പെടുന്നതാണ്, മറന്നു പോകരുത്. എത്തിക്സ് ഇൻ റീറ്റെയിലിംഗ്, റീറ്റെയിലിംഗ് എന്ന ഭാഗത്തിൽ നമ്മൾ ഇത്രയും നേരം ഇതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്.